സാർ ഇത്ര നേരമായിട്ടും ആ മേട് മറന്നില്ല. ചുമ്മാ പോവാൻ പറയുന്നേ. ദാ ചൂടാറുന്നതിന് മുമ്പ് ഇതങ്ങോട്ട് കുടിച്ചേച്ചേ ഒന്ന് ഉഷാറായിക്ക്. എന്നാലും സാർ ഇത്രയും അങ്ങോട്ടൊരു പാവമായിപ്പോയല്ലോ എന്റെ സാറ്. രാവിലെ വന്ന വരവിന് എനിക്കിട്ടെന്ന് മേക്കെട്ട് കയറിയപ്പോ ഞാൻ വിചാരിച്ചു സാർ ഏതാണ്ട് വലിയ... ഞാൻ ഈ പറഞ്ഞു വരുന്ന എന്നാന്ന് വെച്ചാ, നമുക്ക് ഈ കാക്കിയും തൊപ്പിയും ഇട്ട് നല്ല കാലത്തോളം ഭൂമിയിൽ ഇരിക്കണേല് താഹിറയും പിണക്കാനും ഒക്കെ ഇല്ല, ഷെട്ടിയും തൊടാനൊക്കെ ഇല്ല. പാമ്പിനെയും കീരിയെയും കൂടെ ഒറ്റ കൂട്ടിലിട്ട് വളർത്തുന്ന പോലെ ഒരു ടെക്നിക്കാ സാറേ അത്. വലിയ പാടൊന്നും ഇല്ലെന്നേ. നമ്മൾ ചുമ്മാ വഴവഴാന്നങ്ങ് നിന്നുകൊടുത്തേച്ചാ മതി. ഫോർ യു സർ. ആരാ? ഏതോ ഒരു സ്ത്രീ. പീസ് ആയിരിക്കും, നല്ല കിളിമൊഴി. അല്ല അതെ, വന്ന് കേറിയ ദിവസം തന്നെ ആകെ ചളകുളമായതുകൊണ്ട് മൂപ്പരങ്ങ് ചമ്പി നിൽക്കുക. ഞാൻ പിന്നെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പൊക്കിക്കൊണ്ടുവരുവാ. ആളൊരു തൊട്ടാവാടിയാ അല്ലയോ? നാളെ മറ്റന്നാളോ ഇവിടത്തെ സൗകര്യം എങ്ങനെയെന്ന് വെച്ചാ നമ്മുടെ വീട്ടുകാരത്ത് ഇങ്ങോട്ട് ഇറങ്ങാനിരിക്കുക. ആലീസേ. ഓ വെൽക്കം. അതേന്നേ, കൊച്ചിന്റെ സ്കൂൾ അഡ്മിഷന്റെ കാര്യം ഇതുവരെ ഒന്നും ശരിയായി കാണത്തില്ലെന്ന് രാവിലെ അവളവിടെ പറയുന്ന കേട്ടു. വല്ലതും ആയായിരുന്നോ? ഒന്നും ആയിട്ടില്ല. ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ഇനി നല്ല സ്കൂളിലൊന്നും നടക്കുമെന്ന് തോന്നില്ല. നടക്കാതെ പിന്നെ ആലീസ് നിരൂപിച്ച സെന്റ് ആന്റണീസിൽ തന്നെ നടക്കും. അതാ പ്രിൻസിപ്പൽ അച്ഛനും അവളും തമ്മിലുള്ള ഇരിപ്പ് വശം. മിസ്റ്റർ ജോൺ വർഗീസ്. യെസ് സർ. ഗെറ്റ് റെഡി ഫോർ ആൻ ഓപ്പറേഷൻ. സർ. എന്താ സാറേ, ആരായിരുന്നു ഫോണിൽ? അത് പറഞ്ഞില്ല. 5000 കേസ് വിസ്കിയുമായി ഷെട്ടിയുടെ ലോറികൾ വരുന്നു, വിതൗട്ട് എക്സൈസ് ഡ്യൂട്ടി. ഓ അത്രേ ഉള്ളോ? വരുന്നത് ഷെട്ടിയാണെങ്കിൽ നമ്മൾ വിചാരിച്ച അയാൾ ഒരു കോപ്പം ചെയ്യാനൊക്കെ അല്ലേ സാർ? അവൻ പോവും. നമ്മളിപ്പോ അലച്ചു കെട്ടി അവന്റെ പുറകെ പോയാ തന്നെ പണ്ട് പഴയ മുഖ്യമന്ത്രിക്ക് ഞാൻ എസ്കാർട്ട് പോയതുപോലെ ഇരിക്കും. അറിയാൻ ഗുരുവായൂരും വെടിതീർന്ന കൊടുങ്ങല്ലൂരും ഞാൻ. കൊല്ലവും കൊടുങ്ങല്ലൂരും. കീപ് മൂവിംഗ്, കം ഓൺ ഫാസ്റ്റ്. ഇങ്ങോട്ട് ഇറക്കടാ അവനെ. എവിടെ നടാ ലോഡ്? കോയമ്പത്തൂരിന്നാ. റഹീം ഹാജിയുടെ കൊലക്കേസ് അന്വേഷിക്കാൻ വന്ന നിങ്ങൾ പരാതിക്കാരനായി പെരുവഴി കിടന്ന കുഞ്ഞലവയുടെ കൈ തല്ലി ഒടിച്ചു. എന്തൊക്കെയാടോ സൂപ്രണ്ടേ ഇത്? അത് പിന്നെ പോട്ടെന്ന് വെക്കാൻ സഹാവേ. അല്ല, അതും സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. പക്ഷെ ചുമ്മാ ഒരു രസത്തിന് ലാത്തി ചാർജും കണ്ടു നിന്ന നമ്മുടെ കുട്ടി സഹാക്കന്മാരുടെ ചന്തിയും തലയും തല്ലി പൊളിക്കാന്ന് വെച്ചാ മനഃപൂർവ്വമല്ല സാർ. മോബ് വയലന്റ് ആയി. ചാർജ് ചെയ്യാൻ ഓർഡർ കൊടുത്താ പിന്നെ കൊടിയുടെ നിറം നോക്കി തെരഞ്ഞു പിടിച്ച് അടിക്കാൻ ഒക്കില്ല സാർ. അത് താൻ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ ഒരുപാട് ലാത്തി ചാർജ് കണ്ടവനാ. അതെ സാർ, അടി കൊണ്ടിട്ടല്ലേ ഉള്ളൂ. അടി കൊടുക്കുന്നവന്റെ വികാരം കൂടി ഒന്ന് മനസ്സിലാക്കണം. കല്ലും കത്തിയും വടിവാളുമായി നിൽക്കുന്ന ആയിരങ്ങളുടെ ജനക്കൂട്ടത്തെ 5 ലാത്തി കൊണ്ട് നേരിടുന്ന പോലീസുകാരനെടുക്കുന്ന ലൈഫ് റിസ്ക് കുറഞ്ഞ പക്ഷം ഒരു ഹോം മിനിസ്റ്ററെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാ. ഒലക്കേടെ മൂട്. എങ്ങാണ്ടെന്നൊരു ഫോൺ വന്നെന്ന് പറഞ്ഞ് അന്ന് രാത്രി എന്നെ കാടിളക്കി കൊടയം കുരിശും എടുത്ത് ഓടിയിരിക്കുന്നു ഷെട്ടിയെ പിടിക്കാൻ. എന്നിട്ട് എന്തായി? എന്താണോ ഇത്? പൂരപ്പറമ്പിലെ കുടമാറ്റോ?
മന്ത്രിസഭയെ നാറ്റിച്ചതിന് സമാധാനം പറയണോ? സ്റ്റുപ്പിഡ്, യൂസ്ലെസ്. ഇത്തരം നാസ്റ്റി കമന്റ്സിന് പ്രാസ ഒപ്പിച്ചുള്ള മറു ഡയലോഗ് മലയാളത്തിലും ഇംഗ്ലീഷിലും വെച്ച് കീറി കയ്യടി വാങ്ങിയാ ഞാൻ ഇവിടം വരെ എത്തിയത്. ആ സ്കോപ്പ് ഈ ജംഗ്ഷനിലും ഉണ്ടെന്നറിയാം, പ്രയോഗിക്കുന്നില്ല. കയ്യടി വേണ്ടാഞ്ഞിട്ടോ ഭയന്നിട്ടോ ഒന്നുമല്ല, സൗകര്യമില്ല. ഇത്തരം നാഷണൽ വേസ്റ്റുകളോട് വായിട്ടലയ്ക്കാനുള്ള ക്ഷമയില്ലാഞ്ഞിട്ടാണ് സാർ. കൂടുതൽ വാലിട്ടിളക്കണ്ട. ഒരു IPS കാരൻ മുഹമ്മദ് സർക്കാർ, തനിക്ക് ഏതവനാണോ ഈ പേരിട്ടത്? സാറിന്റെ അച്ഛൻ. എടോ, മന്ത്രിയുടെ തന്തയ്ക്ക് വിളിക്കുന്നുണ്ടോ പന്ന റാസ്കൽ? സാർ വിടാൻ പറഞ്ഞത്. മാറണോ, വിടണോ? മിസ്റ്റർ മുഹമ്മദ്, സർ, ഒരു ഹോം മിനിസ്റ്ററുടെ തന്തയ്ക്ക് വിളിക്കുന്ന ഫിലിം ഹീറോയെ ഞാൻ സഹിക്കും, രസിക്കും. എന്റെ സബോർഡിനേറ്റിനെ തന്തയ്ക്ക് വിളിക്കുന്ന റിയാലിറ്റിയെ ഐ വിൽ നോട്ട് ടോളറേറ്റ്. യു ഹാവ് ടു ടോളറേറ്റ് സർ. പറഞ്ഞത് സത്യം തന്നെയാണ്. ഞാൻ ആരെയും തെറി വിളിച്ചിട്ടില്ല. എന്റെ മിനിസ്റ്റർ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ സത്യസന്ധമായ ഉത്തരം പറഞ്ഞു. ദാറ്റ്സ് ഓൾ. മുഹമ്മദ് എന്ന പേര് ഉപ്പയിട്ടാണെങ്കിലും സർക്കാർ എന്ന വാല് മുളപ്പിച്ചു തന്നത് ഇദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെയാ, നാരായണൻ നമ്പ്യാർ. അതെ സർ, മലബാറിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ഒരു പാവപ്പെട്ട ഖെസ് പാട്ടുകാരനെയും കുടുംബത്തെയും സമുദായ പാർട്ടിക്കാർ കെട്ടി എഴുന്നള്ളിച്ച് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. കരുണയ്ക്ക് വേണ്ടിയുള്ള സമരം. അന്ന് നിങ്ങൾ തൊഴിലാളി വർഗ തമ്പ്രാക്കന്മാരുടെ ഭരണകാലം. അവരും കനിഞ്ഞില്ല. അവിടെ കുത്തിയിരുന്ന് പാട്ടുപാടി എരന്ന് മടുത്തപ്പോ എന്നെ മുഹമ്മദ് റാഫിയാക്കാനുള്ള ആഗ്രഹം ഉപ്പ ഉപേക്ഷിച്ചു. ഉച്ചക്കഞ്ഞി ഉറപ്പായ സർക്കാർ സ്കൂളിൽ ചേരാൻ പോയ എന്റെ വീട്ടഡ്രസ് ഹെഡ്മാസ്റ്റർക്ക് പറഞ്ഞു കൊടുക്കാൻ എഴുത്തും വായന അറിയാത്ത എന്റെ ഉമ്മക്ക് കഴിഞ്ഞില്ല. ക്രൂരമായ തമാശകളിൽ രസിച്ചിരുന്ന അന്നത്തെ ഹെഡ്മാസ്റ്റർ നമ്പ്യാർ സാർ, ഇദ്ദേഹത്തിന്റെ അച്ഛൻ, എന്റെ പേരിന് പുതിയൊരു വീട്ടുപേര് കൂടി എഴുതി ചേർത്തു, സർക്കാർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് എത്തിയവനല്ലേ ഈ മമ്മൂഞ്ഞ്. മുഹമ്മദ് സർക്കാരായി, മുഹമ്മദ് സർക്കാർ. ആദ്യം ആ കോമഡി എനിക്ക് രസിച്ചില്ലെങ്കിലും പിന്നീട് ഈ പേരിനൊരു സ്റ്റൈലൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. സംശയം തോന്നിയവന്മാരോടൊക്കെ ഞാൻ വെച്ച് കാച്ചി. അന്നദാതാവായ പൊന്നു തമ്പുരാനും തമ്പുരാൻ അന്നം കൊടുത്തിരുന്ന ബ്രിട്ടീഷ് സായിപ്പും ചേർന്ന് ചത്തുപോയ എന്റെ ഏതോ വീരശൂര ഉപ്പുപ്പാക്ക് കൊടുത്ത സ്ഥാനപ്പേരാണ് ഈ സർക്കാർ എന്നൊക്കെ. ഈസി ഈസി, യു ക്യാരി ഓൺ. മായൻകുട്ടിയുടെ മകൻ അല്ലേ? ചങ്ങാതിമാരായിരുന്നു ചെറിയ ക്ലാസ്സിൽ. ഉപ്പ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ ഡൽഹിയിൽ നിന്ന് പഠിപ്പ് കഴിഞ്ഞ് മടങ്ങി വന്നപ്പോഴാ മായൻകുട്ടി മരിച്ചതറിഞ്ഞത്. ഓർഫനേജിലായിരുന്നു പിന്നീട് അല്ലേ? തിരുവനന്തപുരത്ത് സെന്റ് ജോസഫ്സ്, പിന്നെ അലഹബാദ്, വിവേകാനന്ദ, വേറെ പലയിടത്തും. മായൻകുട്ടിയുടെ മകനെ ഞാൻ സ്വീകരിച്ച വിധം ശരിയായില്ല അല്ലേ? അയ്യോ, ഞാൻ അങ്ങനൊന്നും കരുതിയിട്ടില്ല. പെട്ടെന്ന് ക്ഷോഭം വന്നപ്പോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനൊന്നും പറഞ്ഞുകൂടായിരുന്നു. മാപ്പാക്കണം. ഞാനും മാപ്പ് ചോദിക്കുകയായിരുന്നു, നിന്നോടല്ല, മനസ്സുകൊണ്ട് മായൻകുട്ടിയോട്.